ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെന്താ രാഗേശ്വരിൻ്റെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അതിന് വേണ്ടി റെഡി ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ചെക്കൻ ഇവിടെ റെഡി ആയിട്ടില്ല. നമ്മുടെ ചെക്കൻ ഇതാ പാൻറ്, നമ്മുടെ ഉണ്ണിയ സൂപ്പർ കേട്ടോ. ആ പാൻറ് വാങ്ങിട്ടോ. ഈ കളർ അത്ര ഗുമ്മില്ല. ആ കളർ ഓക്കെയാ, അത് നല്ല രസാന്ന് സത്യമായിട്ടും. ഇത് അത്ര പോരാ, പക്ഷെ അത്ര പോരാ, സത്യമായിട്ടും പോരാ. സത്യസന്ധമായിട്ട് പറയാൻ ഇതിനേക്കാൾ ഭംഗി കളറാ തന്നെയായിരിക്കും, സത്യം. ഇടുവാ അവിടെ വീഡിയോ ലൈവ് കാലട്ടെ എല്ലാവരും. ഹായ് ചേച്ചിനെ കണ്ടേ. ഇവിടെ ഇപ്പം എല്ലാവരും ഞാൻ സാരി കൊടുക്കാത്തതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും സാരി ആക്കിച്ചിട്ട് ഞാൻ അവസാനം സാരി കൊടുക്കാൻ പറ്റാതെ. എനിക്കാണെങ്കിൽ ഇന്നലെ രാത്രിയാണ് എൻ്റെ കയ്യിൽ ബ്ലൗസ് കിട്ടിയത്. അപ്പോൾ എനിക്കത് റെഡിയാക്കാനൊന്നും പറ്റിയില്ല. ബ്ലൗസ് എനിക്ക് കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ അതിനെല്ലാവരും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ. ഞാൻ പറഞ്ഞിട്ടാണ് ഇവരെല്ലാവരും സാരി എടുത്ത്. എന്നിട്ട് എനിക്കാണെങ്കിൽ കൊടുക്കാനും പറ്റിയില്ല. ഇവിടെ വല്യമ്മയും വിളിച്ചിട്ട് അതിനെ ചോദിക്കുന്നത്, നീയല്ലേ സാരി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് സാരി എവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ റീസണൊക്കെ വല്യമ്മേൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം ഇടുന്ന ഭംഗി ഇതാണ്, ഭംഗി ഇതാണ്, കളർ ഇതാണ് ഭംഗി. ഇപ്പോഴാണ് ഒരു എടുപ്പെടുക്കുന്നത്, ഇപ്പോഴാണ് ഭംഗി. കളർ ഇതാണ് ഭംഗി. മറ്റേ കളർ ഭയങ്കര ഡള്ളായിട്ട് നിൽക്കുന്നു. ഇതാണ് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. സത്യം. മറ്റേ പേരും കണ്ടില്ലല്ലോ, ഇതാണ് നല്ലത്. ഇതാ നമ്മുടെ സുന്ദരി മണികൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സാരിയൊക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കണത്. നമുക്ക് നോക്കാം. ഇവരെന്നെ പറ്റിച്ചു ഗൈസ്, ഇവരെന്നെ പറ്റിച്ചു ഗൈസ്. തേപ്പിന്റെ മെയിനോളാണ്. ഉടായ്പിൽ കുഞ്ഞാവിനെയും കൂട്ടി ഞങ്ങള് ഉടായ്പിനെ ഇവരൊക്കെ എന്നെ പറ്റിച്ചു ഗൈസ്. ഇവര് രണ്ടുപേരും മാച്ച് സാരി കൊടുത്തിട്ട് വന്നിരിക്കുക. തോട്ടിലിട്ട് നോക്കിയിട്ട് ഞാൻ ചവത്ത് കുത്തിക്കൊന്നുണ്ട്. ചെക്കൻ ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. നേരത്തെ ഇട്ട് വന്ന പാന്റ് ഒരു ഭംഗി. ഞങ്ങൾ ഇറക്കിവിടെ ഹാമ്പർ അല്ലേ അത്? സത്യം ഇവരാരും വന്നിട്ടില്ല ഇവിടെ. നമ്മള് വണ്ടിക്ക് പോവാണ്. വണ്ടി എടുത്ത് അല്ല മാമയുടെ വണ്ടി മാറ്റിയല്ലേ മാറ്റാൻ പറ്റും. നമ്മുടെ വണ്ടിയുടെ ഡിക്കിയില് ഫുള്ള് നമ്മളെ സാധനങ്ങളാണ്. നമ്മൾ ഈ പരിപാടി കഴിഞ്ഞ് നേരെ എറണാകുളത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ വണ്ടിയിൽ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ വണ്ടിത്തെ ലഗേജൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇവിടുത്തെ ഗിഫ്റ്റ് ഹാമ്പറൊക്കെ കയറ്റണം. വേറെ ഒന്നുമില്ല ഗൈസ്, ഇവിടെ നിറയെ പട്ടികൾ. എന്തോരം പട്ടികളാണ് ഇവിടെ. നമ്മുടെ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇടുകയാണ്. അവിടെ നിന്ന് വേണം സാധനങ്ങളൊക്കെ കയറ്റാൻ. ഗിഫ്റ്റ് ഹാമ്പറൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് പേര് അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞാനും സ്വത്തുമ്മയും കുഞ്ഞണ്ണും പിന്നെ അപ്പും ഉണ്ട്, പിന്നെ കുട്ടികളും വരുന്നുണ്ട് ഞങ്ങളുടെ വണ്ടിയിൽ. വണ്ടിയുടെ ഡിക്കിയിലാണെങ്കിൽ ഒരു ലോഡ് സാധനങ്ങളുണ്ടായിരുന്നു. ഞാനും അപ്പും കൂടെ അതൊക്കെ എടുത്ത് മാറ്റി. എന്നിട്ട് പിന്നെ ഗിഫ്റ്റ് ഹാമ്പർ സാധനങ്ങളൊക്കെ അതിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി കയറി ഇരിക്കണതും കൂടെ അപ്പൊ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, രാകേഷ് ചേട്ടൻ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരികയാണ് എവിടേക്കാ പോകുന്നത്. അവൻ മാത്രം അല്ല, അവൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക്. ഗൈസ്, രാകേഷ് ചേട്ടൻ ഞങ്ങളെ പിരിക്കാൻ നോക്കും. അതെ, ഞങ്ങള് 5 പേരെയും പിരിക്കാൻ നോക്കും. അല്ലെങ്കിൽ അവിടെ നിന്ന് മംഗലം അടത്തിയമ്മേനും കുട്ടീനും കയറ്റണം. അതില് ഇതില് അല്ല മാമിയുണ്ട്. അല്ല ആയിരത്തിമേനും കുട്ടി ഇതിൽ കയറ്റ മാമനെ സുന്ദരിയാവാണ്. എണ്ണി വെച്ചോ.
ചേച്ചി വായോ ഞൊഞ്ഞു ഒന്ന് നോക്കൂ. അച്ഛമ്മ വരണ്ട. അച്ഛമ്മ ഞങ്ങള് നേരെ തൂതേക്ക് പോണ അങ്ങടല്ല. ആ അല്ല, ഞങ്ങൾ തൂതേ പോയിട്ട് കേക്ക് എടുക്കണേ. വാ അച്ഛമ്മ അത്ര ദൂരം സാധനങ്ങളും കയറ്റണം. അതാണ് ആൾക്കാർ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഈ ഇവിടേക്ക് കുറച്ചും കൂടെ 2 സൈഡും. അപ്പൊ ഞങ്ങള് കുറച്ചുപേര് ഫസ്റ്റ് പോണ്. നമ്മളെവിടേക്കാ പോണ്? നമ്മളെവിടേക്കാ പോണ്? കേക്ക് വാങ്ങാൻ പോണ്. കേക്ക് പോപ്പറൊക്കെ വാങ്ങാറുണ്ട്. ഞാൻ ഐസ്ഡ് കേക്ക് വല്ലതാണ് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ബാക്കി ഫോൺ ഞാൻ ഞുഞ്ഞൂന് കൈമാറുകയാണ്. അതിന് മേക്കപ്പ് കഴിഞ്ഞിട്ട് വേണം അതിന് കൊടുക്കാൻ. ആദ്യം വണ്ടി ഒന്നും എടുക്കില്ലെങ്കിൽ ആദ്യം വണ്ടി എടുക്കട്ടെ. ഞങ്ങളെ നോക്കി എല്ലാവരും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബൈ. അല്ല നമ്മള് 16 വഴിയല്ലേ പോണേ? അങ്ങനെ ഇരിക്കാം. ഇരുന്നിരുന്നെ അവിടെ നിന്നിട്ടോ ഞാൻ നീക്കുള്ളൂ. അപ്പൊ കാര്യമായിട്ട് എടാ ചതിയോ? നിങ്ങൾ ഞാൻ വന്നിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുമല്ലോ. ഞങ്ങൾ ഈ പൈസക്ക് വല്ല ചുരിദാർ. പക്ഷെ എന്റെ ബ്ലൗസ് ശരിയാവാതെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് നമുക്കൊരു ഈ ബൊക്കേറ്റ് കിൻഡർ ജോയ് എടുക്കാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളില്ലാട്ടോ ഞുഞ്ഞു മാത്രം. അപ്പൊ എന്റെ തലക്കിടൊക്കെ എന്നോടാണ് എടുത്തരാൻ പറയണത്. എടുത്ത എനിക്ക് മറ്റേത് മതി. ഇത് എനിക്ക് കൊട്ടയല്ല, എനിക്ക് അവിടുന്ന് നാളെ കേക്ക് മതി. എനിക്കത് വേണ്ട. ഡയറി മിൽക്ക്, കിറ്റ്കാറ്റ്, ക്രിസ്പല്ലോ അതൊക്കെ ഉണ്ടോ? ഡയറി മിൽക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഷെയർ ഇട്ടിട്ട് അവിടെ നോക്കുമ്പോ നമ്മളും ഇല്ല, വണ്ടിയില്ല, ഒന്നുമില്ല. പോകുമ്പോ നമുക്ക് പറ്റിച്ചാലോ? നമ്മൾ പറ്റിച്ചല്ലേ? വിജനമായ വഴികളിലൂടെ പൊക്കോണ്ടിരിക്കാട്ടോ. അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, നമുക്ക് പോണ്ട. എവിടെയെങ്കിലും പോവാ. ഈ സാരി എടുത്തിട്ട് സുന്ദരേട്ടനെ വിളിച്ചിട്ട് സുന്ദരേട്ടന് സങ്കടം. ഞങ്ങൾ സുന്ദരേട്ടാ കൂട്ടാണ്ട് പോയേനെ. കാര്യമൊന്നും വേണ്ട. ഭാര്യനെയും കുട്ടീനെയും കൊണ്ടുപോട്ടെ ഞങ്ങള്. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. കോഴിക്കോടല്ലേ? വർക്കിലാണോ? വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വൈബ് മാറി. ട്രിപ്പ് വൈബായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഈ പെണ്ണ് കാണാൻ പോക്ക് ക്യാൻസൽ ചെയ്തിട്ട് വല്ല ട്രിപ്പും പോയാലോ എന്ന്. കാരണം രാകേഷേട്ടൻ കഴിഞ്ഞ ദിവസം ഞങ്ങളെ പറ്റിച്ചതായിരുന്നു. ട്രിപ്പ് പോകാന്ന് പറഞ്ഞാൽ എല്ലാം റെഡിയാക്കി ഞങ്ങൾ വന്നപ്പോൾ രാകേഷേട്ടൻ വേറൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ക്യാൻസലായി. അപ്പം അതിന് തിരിച്ചൊരു പണി കൊടുത്താലോ എന്നുള്ള ആലോചനയിലാണ് ഞങ്ങൾ. കാരണം ഞങ്ങളുടെ വൈബ് ഫുള്ള് മാറിയിട്ടുണ്ടായിരുന്നു. ഫുൾ പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. ഡ്രൈവ് ചെയ്യണോണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവരോട് ഡാൻസ് ചെയ്യാനൊക്കെ. എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും വേറൊരു മൂഡായിരുന്നു കേട്ടോ. കുഞ്ഞണ്ണു പ്രത്യേകിച്ച് കണ്ടില്ലേ, സൺഗ്ലാസ് ഒക്കെ തലയിൽ വെച്ച് വേറെ വൈബിലായിരുന്നു. എന്താ പിന്നെ കണ്ണൻകുട്ടി സ്വത്തുമ്മ അവിടെ പൊരിഞ്ഞ ഡാൻസാണ്. ബാക്കിലാണെങ്കിൽ അപ്പു ഉണ്ട്. പിന്നെ ബാക്കിൽ ഉണ്ണിയുണ്ട് കേട്ടോ. അവനാണെങ്കിൽ വൊമിറ്റ് ചെയ്യാൻ വരുന്നതുകൊണ്ട് നൈസായിട്ട് ഒതുങ്ങി. പിന്നെ അത് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പ്രേച്ചീച്ചിനെ കാണുന്നുണ്ട്. പ്രേച്ചീച്ചി പിന്നെ ഒരു സൈഡിൽ മിണ്ടാതിരിക്കുമായിരുന്നു. ഞങ്ങൾ കുറേ ഞങ്ങളുടെ ഇതിലേക്ക് ആക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. ആള് കുറച്ച് സൈലന്റ് ആണ് പൊതുവെ. ഞങ്ങളുടെ അത്ര അങ്ങോട്ട് ഹൈപ്പർ അല്ല. നമ്മളപ്പോ കേക്ക് വാങ്ങാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ട്. ഈ ലെഫ്റ്റില് കുറച്ചും കൂടെ ഫ്രണ്ട് പോയിട്ട് ഗ്യാസിന്റെ വണ്ടി നിർത്തിയിട്ടുണ്ടോ? അതിന്റെ അവിടെ പോയി. ഇതാണ് കട, ഇതാണ് ഷോപ്പ്. അപ്പോ കുഞ്ഞാവ് പോയി മനസ്സിലായോ? കുഞ്ഞാവി അപ്പവും കുട്ടിയും പാടെ ഉണ്ണിയും പാടെ ഇത് വാങ്ങാൻ വേണ്ടി പോവണ്ട. അവിടെ ചെന്നിട്ട് അപ്പവും കുഞ്ഞാവും പാടെ കഥ പറഞ്ഞു. ഉണ്ണിയാണോ? ഉണ്ണിയൊന്ന് നോക്കി ചിരിക്കടാ. വണ്ടിയിൽ നല്ല ചൂടെടുക്കുന്നുണ്ട്. അവരാണെങ്കിൽ അവിടെ കഥയും പറഞ്ഞോണ്ട് നിൽക്കാണ്. സെറ്റ് ചെയ്ത് വെച്ച കേക്കൊക്കെ കിട്ടി.
കുഞ്ഞാവാ കുഞ്ഞാവാ ഞാനോ ഇത് കുട്ടികൾക്ക് അത് നമുക്കെല്ലാരും എനിക്ക് കിറ്റ്കാറ്റ് മതി. കുഞ്ഞാവാ വീഡിയോഗ്രാഫർക്ക് സാധനമില്ല പറഞ്ഞ അത് തല വെച്ച് പൊട്ടിച്ചോ. കേട്ടോ പതുക്കെ കൊണ്ടുപോവാ. ചാടിക്കണ്ട വലിയ സാധനം കുഞ്ഞാ വാങ്ങിച്ചോണ്ട് വരുമ്പോ എല്ലാവർക്കും ഒരുപോലെ വാങ്ങിക്കുക. എടാ നമുക്ക് എല്ലാവരും കൂടെ വലിയ മിഠായി സ്വീറ്റുകൾക്ക് നിന്റെ മുടി കൂടെ വെച്ച് തേച്ചല്ലോ. നിന്റെ മുടിയിലോ ഐ ടിഷ്യൂണ്ടോ? ടിഷ്യൂ ഒക്കെ എടുത്ത് വാങ്ങിച്ചിട്ടുണ്ടാവും ഞാൻ. ഇത്ര മതി. ഞങ്ങള് എല്ലാവരും ഷുഗർ കട്ടാണ്. ഇരിക്കോ? കേക്കൊക്കെ വാങ്ങിച്ചാൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. മെല്ലെ പോവാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരാണെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് വഴിയും കൂടെ അറിയില്ല. കേക്കിന്റെ അവസ്ഥ എന്താവും അറിഞ്ഞൂടാ. ഞങ്ങൾ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയാലും മുറിച്ചില്ലെങ്കിൽ കഴിച്ചാ പോലെ അല്ലേ. അപ്പൊ ഞങ്ങളിവിടെ എന്താ എത്താറായി. അവര് ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോവാണ്. ഞങ്ങളുടെ ഭാവി ഏട്ടത്തിനെ ഞങ്ങൾ കാണാൻ പോവുകയാണ്. വണ്ടി കേറില്ലേ ഒരു നേരം സ്പീഡിൽ വന്നിട്ട് ഇവിടെ എത്തി കൂട്ടണ്. ഞങ്ങൾ മാത്രമാക്കി പറയാൻ വിചാരിച്ചോട്ടോ. കുശുമ്പ് മുന്നായ്മയുള്ള ഞങ്ങളെന്ന് പറഞ്ഞു. നാല് വണ്ടിയിലാണ് പോണത്. ഇപ്പൊ ഞങ്ങളെ മാത്രമേ കാണാനുള്ളൂ. ഇത്ര നേരം ഒരു വീട്ടിലുണ്ടായിരുന്നു. അച്ചായൻ അവിടെ എത്തി തിരിച്ചു പോരുന്ന തോന്നുന്നു. അച്ചായൻ നാളത്തെ പോയിരിക്കണു. ഇത്ര ചിലപ്പോ കയ്യൊക്കെ കഴുകി നിൽക്കണ്ടോ കഴിച്ചിട്ട്. അതെ ഞങ്ങളോടൊപ്പം കണ്ട മനക്ക് ഈ വഴി നിങ്ങള് പോണെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അതെ നിങ്ങള് വലിയ വരി ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോയി വെച്ചായൻ. പകുതി ദൂരം വന്നോളേ. അപ്പോഴേക്കും ആകെ ജീപ്പിനെന്തോ പ്രശ്നം. അവര് തിരക്കി പുറത്തിട്ടുള്ളൂ. അവിടത്തെ പുള്ളിക്കിട്ടോ മാനങ്ങളെ. അതെ തിരിച്ചു വരുമ്പോ ഉണ്ണി നമുക്ക് കയ്യിലിടാൻ എന്നിട്ട് ഇങ്ങോട്ട് പോരാട്ടോ. അതെ ഏട്ടൻ അഭിയാൻ ഒറ്റയ്ക്കായിട്ട് ഞങ്ങള് പോയി. രാകേഷേട്ടൻ മാമ രാകേഷേട്ടൻ ഇപ്പൊ തന്താനും ഇവിടെ കയറ്റി വിട്ടിരിക്കുന്നു. മാമത്തിനുണ്ട്. ഏത് മാമ? ഓടിക്കും. നീ സ്റ്റഡി നേരെ ബാക്ക് പോട്ടെ. ഒന്ന് ഫ്രണ്ട് വാ. നേരെ ബാക്ക് പോ. ആ പോസ്റ്റിനുണ്ട്. നേരെ ബാക്ക് പോ. ആ പോസ്റ്റ് വരെ പോട്ടെ. ഞങ്ങൾക്ക് തെരിയില്ലേ? കുഞ്ഞോടത്തൊപ്പം പിടിച്ചു. അതില്ലേ കേക്ക് ഉണ്ടതിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് മെല്ലെ വരാൻ പറ്റുള്ളൂ. ചാളോണ്ട് മെല്ലെ വരാൻ പറ്റും. അവിടെ എത്രയും മുമ്പ് ചാള കളവും തിരിക്കും അങ്ങനെ സ്പീഡിൽ വരാൻ പറ്റില്ല. കേക്ക് സ്പൂൺ എടുത്ത് നിൽക്കേണ്ടി വരും. ഭൂമിയുടെ അറ്റത്ത് എത്തിയതാ തോന്നണ. ശരിക്കും നോക്കി വഴി പോകാനില്ല. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അഭിയേട്ടൻ പറയണത് JCB നിക്കണ വഴി പശു പോണ വഴി എന്നൊക്കെ വണ്ടി വന്ന സൈഡ് കൊടുക്കാൻ പോലും വഴിയില്ല. കാട്ടിൽ കറണ്ട് വരും. കാട്ടുകാർക്ക് ഈ വണ്ടി വെച്ച് കാട്ടില് ആലോചിക്കാൻ വയ്യ. വെറുതെ അല്ല റോഡ് തീരാറായല്ലോ. തീരാറായി. അപ്പൊ റോഡിന്റെ അവസാനം അതെ മറ്റേ നല്ല വരുന്നുണ്ട്. മറ്റേ വിസ്മയന്റെ ഏട്ടനുണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കില്. ആ പേര് റോഡ് തീർന്നല്ലോ. ഇവര് എവിടേക്ക് കേക്കിന്റെ കാര്യത്തിൽ തീരുമാനം. അപ്പൊ ഓഫ് റോഡ് വണ്ടി അല്ല കേക്ക് അവന്റെ ഇതിൽ കൊടുത്തൂടെ. കേക്കിന് എവിടെയാന്ന് വെക്കുക. വണ്ടി അവിടെ തിരിക്കാൻ വരൊക്കെ പറ്റുമെന്തോ അല്ലേ. ഇവരൊക്കെ സ്ട്രൈറ്റ് പോയിട്ടുണ്ട്. ഇത് പോകുന്ന വഴിയല്ല. ഓ ഇതിനെ മനക്ക് കയറാട്ടോ. മലക്കല്ല മനക്ക് കയറാം. ശരിക്കും പറഞ്ഞ ഈ വഴിയുടെ എന്താണ് തോന്നുന്നു കേട്ടോ. വീട് വന്നിട്ട് അവിടെ എത്തി അവര് നിർത്തിയാണ് വണ്ടി. അങ്ങനെയല്ല ഇവിടെ പുറത്ത് പോകണ്ടേ. ബസ്സൊക്കെ കിട്ടണെങ്കിൽ അച്ചായന അവിടെ ഇറക്കാനുള്ളടത്ത് വണ്ടി നിർത്താന്നൊക്കെ പറഞ്ഞ ക്ലാസ്സിക്കൊക്കെ പോണെങ്കിൽ അതന്നെ. എപ്പൊ പോണം? ഷോർട്ട് കട്ട് ഉണ്ട്. അവരെന്താ അവിടെ നിർത്തിയിരുന്നു? നമ്മള് വരാൻ വേണ്ടിട്ട് എത്താൻ നല്ല വഴിയുണ്ടാവും. സ്ഥലത്തി
ഉള്ളിലോട്ട് വിളിക്കുന്നുണ്ട്. കേക്കിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടോ. സ്പൂൺ എടുത്തോ? സ്പൂണൊക്കെ എടുത്ത് റെഡിയാവാൻ പറ. റോട്ടില് അവരൊക്കെ ഇറങ്ങണോ? ഇതുകൂടെ വേറെ വണ്ടികൾ വന്ന എങ്ങനെയൊക്കെ നമ്മുടെ വണ്ടി നമ്മളിനി ഇതുകൂടെ നടക്കും. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാം ഇറങ്ങട്ടെ. അപ്പൊ കുഞ്ഞോട് ഫോൺ എടുക്കാങ്ങ്. ഇതൊക്കെ അതല്ല എടുക്കല്ലേ? വീഡിയോ എടുക്ക്. നമ്മുടെ അച്ഛമ്മ ലക്ഷ്മി തോണ്ടലിൽ കേക്ക് പഠിക്കണ്ടേ? അപ്പൊ ഈ ഫോണൊന്ന് കുട്ടികളെ മറ്റേതുപോലെ എടുക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് നല്ല ഭംഗിയുണ്ട്. നമ്മളത് അങ്ങനെയാണ്. ഞങ്ങളിത് ആ വിസ്മയുടെ വീടിൻ്റെ അവിടേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ഇറക്കം കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീടെത്തിയിട്ടോ. എൻഗേജ്മെൻ്റ് ആയിട്ട് നടത്തണം എന്നായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ചെക്കൻ ദുബായിലാണ്. ഈ സമയത്ത് പെണ്ണിൻ്റെ ഫാമിലിയിൽ ഒരു മരണം ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഗ്രാൻഡായിട്ട് പരിപാടി നടത്താനൊന്നും പറ്റിയില്ല. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ഉറപ്പിച്ചിട്ട് എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും കൂടെ വന്നതാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് ഭയങ്കര സിമ്പിളായിട്ടാണ് നടന്നത്. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് കയറി അവിടെ കയറി ഞങ്ങൾക്ക് അവരിനെയൊക്കെ പരിചയപ്പെടുത്തി തന്നു. ഇവരുടെ ലവ് മാരേജ് ആണ്. 1 year ആയിട്ട് എന്തോ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. പക്ഷെ പെങ്ങന്മാരായി ഞങ്ങൾ ഈ പെണ്ണിനെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഓരോരുത്തരായിട്ട് പെണ്ണിൻ്റെ കയ്യിൽ ഗിഫ്റ്റ് ഹാമ്പറൊക്കെ കൊടുത്തു. രണ്ടുപേരും സെയിം കളർ ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. വിസ്മയ പുറത്തേക്ക് കൊണ്ടുവന്നവർക്ക് വെള്ളമൊക്കെ കൊടുത്തു. അടുത്ത് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ വിസ്മയുടെ ആരിനേക്കോ രാകേഷ് ചേട്ടന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ കൊണ്ടുവന്ന കേക്ക്. ആദ്യം സ്റ്റൂളിൽ വെച്ച് നോക്കി, പക്ഷെ അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ അടുത്തത് ഉള്ളുന്ന ആരോ ഒരു ടേബിൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. പിന്നെ അതിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത്. ആദ്യമായിട്ടാണ് അപ്പു കറക്റ്റായിട്ട് പോപ്പർ പൊട്ടിക്കണത്. സാധാരണ ഇങ്ങനെയൊന്നും സംഭവിക്കാത്തതാണ്. പോപ്പർ പൊട്ടിച്ചതിൻ്റെയൊക്കെ എൻ്റെ സ്വത്തുമ്മയുടെ മേത്ത് നല്ലോണം ഉണ്ടായിരുന്നു. കുഞ്ഞുണ്ണിൻ്റെ മേത്ത് അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനും സ്വത്തുമ്മയും കൂടെ പരസ്പരം സഹായിച്ച് ഞങ്ങളുടെ മേത്തുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. പെട്ടെന്ന് ഞങ്ങൾക്കൊന്ന് എറണാകുളം പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പോവാണ് ഗൈസ്. ബൈ. ഇനി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എറണാകുളത്തേക്ക് പോകണ ബ്ലോഗിൽ കാണാം. ഡ്രസ്സ് മാറാനൊന്നും ടൈം കിട്ടിയില്ല. ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് പോവാണ്. ഞങ്ങളുടെ ശീശിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ. ഒരു കോഫി കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ കോഫി കുടിക്കണം. നമ്മൾ എറണാകുളത്തേക്കല്ല, വേറെ എവിടേക്കോ ആണ് പോണത്. ഞങ്ങളുടെ അടുത്ത് കോതമംഗലം എവിടേക്കാ പോണ ശരിക്കും? എവിടേക്കാ പോകണമെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല. കോതമംഗലം വരെ ഈ വണ്ടിയിൽ പോകണം. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ വണ്ടിയിൽ നമ്മളെ വിളിക്കാൻ വേറെ ആൾ വരും. നമ്മൾ കോതമംഗലത്തെത്തി. ഇവിടെ നമ്മൾ നേരെ വണ്ടി മാറി കയറുകയാണ്. രാവിലെ മുതൽ ഞാൻ തന്നെ വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മുടെ അപ്പുണ്ട് വണ്ടി ഓടിക്കാൻ. നമ്മുടെ വണ്ടി ഇവിടെ കോതമംഗലം ചെറിയ പള്ളിയുടെ അടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ വേണം ഞാൻ അത് എടുക്കാൻ. ഈ കാണുന്നതാണ് ചെറിയ പള്ളി. പേര് മാത്രമേ ഉള്ളൂ ചെറുത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പള്ളിയാണല്ലോ. ഞാൻ പിന്നെ കയറിയതും ഫ്രണ്ട് സീറ്റിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. കണ്ണൻകുട്ടിയും അച്ഛനും അമ്മയും ബാക്കിൽ ഇരിക്കുന്നുണ്ട്. എനിക്കെന്താണെന്നറിയില്ല, ഡ്രൈവ് ചെയ്യാൻ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഇങ്ങനെ ഈ ഫ്രണ്ടിലിരുന്ന് പോകണം, അതാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഞാനൊരു സത്യം പറഞ്ഞത് ഞങ്ങൾ പോകുന്നത് എവിടേക്കാണെന്നുള്ളത്. ഞങ്ങൾ പോകുന്നത് വേറെ എവിടേക്കുമല്ല, മൂന്നാറിലേക്കാണ് കേട്ടോ. ഏട്ടനും വൈഫും കുട്ടിയൊക്കെ റിസോർട്ടിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും അവിടെ എത്തുമ്പോൾ ഒരു 7 മണി 8 മണിയൊക്കെ ആവും. അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞങ്ങൾ ഇപ്പം തന്നെ ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും ഒരു 7 മണി 8 മണിയൊക്കെ ആവും. ഇതാണ് നമ്മുടെ റിസോർട്ടിലേക്ക് കയറുന്ന വഴി കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ചെറിയൊരു വഴി, പക്ഷെ നല്ല കയറ്റവും കയറാനുണ്ടായിരുന്നു. അത്യാവശ്യം ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ വണ്ടിയിലിരിക്കുന്നത്. ഇതാണെങ്കിൽ അങ്ങോട്ട് കയറണമില്ല. കുറച്ച് നേരം നമ്മൾ അവിടെ സ്റ്റക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അപ്പു വണ്ടി കയറ്റി. ഇതാ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഇതാ റിസോർട്ടിലെത്തി. റിസോർട്ടിലേക്ക് കയറുകയാണ്. നമ്മുടെ റൂമിലേക്ക് കുറച്ച് ദൂരമുണ്ട് നടക്കാൻ.
അപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പ് ഫയർ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. ഇതാണ് നമ്മുടെ റൂം. നമ്മൾ റൂമിലെത്തി, ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിച്ചു. ഇനി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ രാവിലെ പുതിയൊരു വ്ളോഗായിട്ട് കാണാം. ഗുഡ് നൈറ്റ്, ബൈ.